ഹലോ ഹലോ കേൾക്കാമോ? ഓക്കെ, റേഞ്ചിന്റെ പ്രശ്നം ചെറുതായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് എന്റെ നെറ്റ് ഇടയ്ക്ക് കട്ട് ആവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇപ്പൊ ക്ലിയർ ആണല്ലോ അല്ലെ? കേൾക്കാനും സ്ലൈഡ് കാണാനും പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോമ്പോസിറ്റ് സെക്ഷൻസിനെ കുറിച്ചാണ്. അപ്പൊ ആക്ച്വലി കോമ്പോസിറ്റ് സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം മെറ്റീരിയൽസ് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സെക്ഷനാണ് നമ്മൾ കോമ്പോസിറ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോമ്പോസിറ്റ് സെക്ഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആ രണ്ട് മെറ്റീരിയൽസും ഒരേപോലെ ബിഹേവ് ചെയ്യണം. അതായത് അതിനകത്ത് ഇപ്പോൾ ഡിഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ രണ്ട് മെമ്പറും ഒരേപോലെ ഡിഫോം ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കതൊരു ഒരു സപ്പോർട്ട് കണ്ടീഷൻ ആയിട്ടോ അതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ a bar made up of two or more different materials joined together is called a composite bar or a composite section. The extension or contraction of the bar is being equal, the strain will be equal. രണ്ടിനകത്തും ഉണ്ടാവുന്ന എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ കൺട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരേപോലെ ആണെങ്കിൽ അതിനുണ്ടാവുന്ന ഡിഫോർമേഷൻ ഒരേപോലെ ആണെന്നാണ് മീൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. സ്ട്രെയിൻ എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു, ഡിഫോർമേഷൻ എന്നുള്ളതിനാണ് സ്ട്രെയിൻ ഉദ്ദേശിക്കുന്നത്. ദെൻ അവിടെ നമ്മൾ ടോട്ടൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ടോട്ടൽ ലോഡിനെ എങ്ങനെ ഷെയർ ചെയ്യും? ഈക്വലി അല്ല ഷെയർ ചെയ്യുന്നത്, സോറി, ഓരോരുത്തരും അതിന്റെ പാർട്ട് എടുക്കും. സേ ഇപ്പൊ ടോട്ടൽ ലോഡ് പി ആണെങ്കിൽ ഒരാൾ P1 എടുക്കും, ഒരാൾ P2 എടുക്കും. P1 + P2 ആയിരിക്കും എന്തെന്ന് പറയുന്നത് പി എന്ന് പറയുന്നത്. ഇനി അതിന്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഇപ്പൊ രണ്ട് മെമ്പേഴ്സും ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് കോമ്പോസിറ്റ് സെക്ഷൻ എടുക്കുകയാണ്. സേ ഒരാളുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 മറ്റൊരാളുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 ആണെന്നിരിക്കട്ടെ. അവർ രണ്ടുപേരും ഡിഫറെന്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവരും യങ്സ് മോഡൽസ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് കണ്ടീഷൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. രണ്ട് കണ്ടീഷൻസ്, ഒന്ന് ടോട്ടൽ ലോഡ് ടേക്കൺ വിൽ ബി ഈക്വൽ ടു സം ഓഫ് ദ ഇൻഡിവിജ്വൽ ലോഡ്സ് എന്ന് പറയും, P1 + P2. പിന്നെ നമ്മൾ എടുക്കുന്നത് രണ്ടിലും ഉണ്ടാവുന്ന ഡിഫോർമേഷൻ സെയിം ആണ്. ഇങ്ങനെയുള്ള രണ്ട് കണ്ടീഷൻസ് കൊടുത്ത് നമ്മൾ ഡിറൈവ് ചെയ്ത് ഇതിന്റെ അനാലിസിസിന് വേണ്ടി സിമ്പിൾ ഇക്വേഷൻസിലോട്ട് പോകുന്നത്. അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് P1 and P2. അതായത് ഒരു മെമ്പർ എടുക്കുന്ന ലോഡ് രണ്ട് മെമ്പർ ആയിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ രണ്ട് മെമ്പറിൽ ഒരാൾ എടുക്കുന്ന ലോഡ് കാണാനുള്ള ഫോർമുലയാണ് P × P എന്ന് പറയുന്നത് ടോട്ടൽ ലോഡ്. ഓക്കെ, അതിൽ ആദ്യത്തെ ആളുടെ കോൺട്രിബ്യൂഷൻ, ദാറ്റ് ഇസ് ലോഡ് ടേക്കൺ ബൈ ദ ഫസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് P × A1E1 ഡിവൈഡ് ബൈ A1E1 + A2E2. ആൻഡ് സെക്കൻഡ് മെമ്പർ എടുക്കുന്ന ലോഡ് എന്ന് പറയുന്നത് P2 ആണെങ്കിൽ ഇറ്റ് ഈസ് ഗിവൺ ബൈ P × A2E2 ഡിവൈഡ് ബൈ A1 + A2. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഇക്വേഷൻ P is equal to P1 + P2 ചെയ്ത് നമ്മൾ നേരത്തെ P is equal to P1 + P2 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് P എന്ന് തന്നെ കിട്ടും. കോമൺ ഡിനോമിനേറ്റർ ഒന്ന് ആഡ് ചെയ്ത് കട്ട് ചെയ്ത് പോയി കഴിയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് P is equal to P എന്ന് വരും. അപ്പോൾ ഓരോ ആൾക്കാരും ഇൻഡിവിജ്വലി എത്ര ലോഡ് എടുക്കുന്നു എന്നുള്ളതിനുള്ള ഇക്വേഷൻ ആണ് P × A1E1 ഡിവൈഡ് ബൈ A1E1 + A2E2. മറ്റാൾ എടുക്കുന്ന ലോഡിന്റെ ഇക്വേഷൻ ആണ് P × A2E2 ഡിവൈഡ് ബൈ A1 + A2E2. A1E1 + A2E2. ഓക്കെ, ദെൻ ഹലോ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? ഹലോ 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 കേൾക്കാം സർ. ഓക്കെ, റേഞ്ച് അൺസ്റ്റേബിൾ എന്ന് കാണിക്കുന്നു, അപ്പോഴാണ് ഞാൻ ഈ ഇടയ്ക്ക് ചോദിക്കുന്നത്. അപ്പം കട്ട് ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഓക്കെ, ഇനി നമ്മൾ രണ്ടുപേരിലും ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്, അപ്പൊ നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂല് വലിയ രീതിയിലുള്ള കാൽക്കുലേഷൻസ് വരുന്ന പ്രോബ്ലംസ് ഈ തവണത്തെ ഇറിഗേഷൻ PWDയിൽ ചോദിച്ചിരുന്നു, ലെങ്തി കാൽക്കുലേഷൻസ് വരുന്നത്. യൂഷ്വലി അങ്ങനെ ചോദിച്ച് കാണാറില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് ആയിരിക്കണം. പക്ഷെ നമുക്ക് അതിന് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് അറിയായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെട്ടെന്ന് ഇത് ചെയ്യാവുള്ളൂ. നമ്മൾ ബിടെക്കിന് പഠിക്കുന്ന പോലെ ലെങ്തി സ്റ്റെപ്സ് കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം കിട്ടില്ല. ഇനി ഇവിടെ നമുക്ക് വേണ്ടത് രണ്ടുപേരിലും ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സും അവരുടെ മോഡുലസ് യങ്സ് മോഡുലസും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന റിലേഷനാണ് ഓർത്തിരിക്കുന്നത്. σ1 ഉം σ2. σ1 എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ലോഡ് കാരണം ഫസ്റ്റ് കോമ്പോസിറ്റ് മെമ്പർ എന്ന് പറയുമ്പോൾ ഒന്നിലധികം മെറ്റീരിയൽസ് ആണല്ലോ. ഫസ്റ്റ് മെറ്റീരിയൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിന് σ1 ഉം സെക്കൻഡ് മെറ്റീരിയൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിന് σ2 ആണെങ്കിൽ σ1 കാണാനും σ2 തമ്മിലുള്ള റിലേഷനാണ് σ1 / σ2 is equal to E1 / E2 എന്ന് പറയും. σ1 ഉം σ2 നമുക്ക് എങ്ങനെ കിട്ടും? ലോഡ് ബൈ കറസ്പോണ്ടിങ് ഏരിയ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് അറിയാം P1 ഉം P2, നിങ്ങൾക്ക് P ഉണ്ട്, ഓരോരുത്തർ എടുക്കുന്ന ലോഡ് സെപ്പറേറ്റ് കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? സ്ട്രെസ് സിംപ്ലി ലോഡ് ബൈ ഏരിയ. അപ്പൊ P1 നമുക്ക് കിട്ടുവാണെങ്കിൽ P1 / ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ മെമ്പറിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് കിട്ടും. അപ്പൊ σ1 കിട്ടും. ഇനി രണ്ടാമത്തെ ആളുടെ σ2 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? കറസ്പോണ്ടിങ് P2 / ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇനി ആ സ്ട്രെസ്സുകളും യങ്സ് മോഡുലസും കണക്ട് ചെയ്ത റിലേഷൻ ആണ് σ1 / σ2 is equal to E1 / E2.
ഇതിന്റെ ഡെറിവേഷൻ പാർട്ട് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടില്ല, നമുക്ക് വേണ്ട ഇക്വേഷൻസ് മാത്രമേ നോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തരും ഒരു കോമ്പോസിറ്റ് മെമ്പറിന്റെ കേസിൽ ഓരോ ആൾക്കാരും എടുക്കുന്ന ഇൻഡിവിജ്വൽ ലോഡ്സിനുള്ള ഇക്വേഷനും പിന്നെ അവിടുത്തെ സ്ട്രെസ് തമ്മിൽ സ്ട്രെസ്സും യങ്സ് മോഡുലസും കണക്കുന്ന റിലേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരാൾ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ഉണ്ടെങ്കിൽ യങ്സ് മോഡുലസ് വന്നു കഴിഞ്ഞാൽ മറ്റേ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ σ1 by σ2 is equal to E1 by E2. ആ ബോക്സ് കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന σ1 ഉം σ2 എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ റിലേഷൻ നോക്കിയാൽ മതി, σ1 by σ2 is equal to E1 by E2. അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന മോഡുലർ റേഷ്യോ ആണ്. ഇത് എപ്പോഴും നമ്മുടെ PSC ക്വസ്റ്റ്യൻസ് ആയിട്ട് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മോഡുലർ റേഷ്യോ? മോഡുലർ റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ട് യങ്സ് മോഡുലസിന്റെ റേഷ്യോ ആണ്. ഇറ്റ് ഈസ് സിംപ്ലി ദ റേഷ്യോ ഓഫ് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ടു യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ്. അതിന് പറഞ്ഞ പേരാണ് മോഡുലർ റേഷ്യോ. യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റിനെ വിളിക്കുന്ന പേരാണ് മോഡുലർ റേഷ്യോ. അവിടെ M ആണ്, അതും പോയിസൺസ് റേഷ്യോ നമ്മൾ ഡൗട്ട് അടിക്കരുത്. പോയിസൺസ് റേഷ്യോ എന്ന് പറയുമ്പോൾ 1/m ആണ്. മോഡുലർ റേഷ്യോ സിംപ്ലി M ആണ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ബാർ മെമ്പർ, അതായത് ഇപ്പോൾ ഒരു ബാർ നമ്മൾ ഇങ്ങനെ വെർട്ടിക്കലി വെച്ച് ഹെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാറിന്റെ സ്വന്തം വെയിറ്റ് കാരണം ആ ബാറ് സ്വന്തം വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബാർ നമ്മൾ വെർട്ടിക്കലി ഡൗൺവേർഡ് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ നമുക്കറിയാം അതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഒരു പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ടോപ്പ് മോസ്റ്റ് ഒരു പോയിന്റിൽ താഴോട്ട് വരുന്ന മൊത്തം വെയിറ്റും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഏതൊരു മെമ്പറിന്റെ അകത്ത് ഒരു ലോഡോ അല്ലെങ്കിൽ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മെമ്പറിന്റെ അകത്ത് ഒരു ഡീഫോർമേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അത് എലോങ്ങേറ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന എലോങ്ങേഷൻ അല്ലെങ്കിൽ ഡീഫോർമേഷൻ ആണ് നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബാറിന്റെ സെൽഫ് വെയിറ്റ് കാരണം ആ ബാർ മെമ്പറിൽ ഉണ്ടാകുന്ന ഡീഫോർമേഷൻ എങ്ങനെയാണ് കാണുന്നതെന്നാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അതിന്റെ ഫിഗർ നെക്സ്റ്റ് സ്ലൈഡിൽ വരും. ജസ്റ്റ് ഞാനിപ്പോൾ എന്താണെന്ന് പറഞ്ഞുതരാം. കൺസിഡർ എ ബാർ, one end is fixed and suspended freely due to its own self weight. അപ്പൊ നമ്മളൊരു ബാറോ രണ്ട് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്, അത് ഫ്രീ ആയിട്ട് ഹാങ് ചെയ്തേക്കാണ്. ഓക്കെ, ഫ്രീ ആയിട്ട് ഹാങ് ചെയ്യുമ്പോൾ ആ മെമ്പറിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വന്തം വെയിറ്റ് ആയിരിക്കും, സെൽഫ് വെയിറ്റ്. There will be an elongation of the bar given by, നമുക്കറിയാം ഇതിനും ഡെറിവേഷൻ പാർട്ട് ഉണ്ട് കേട്ടോ. നമ്മളൊരു സ്മോൾ സെക്ഷന്റെ കൺസെപ്റ്റ് ചെയ്തിട്ട് ഫുൾ സെക്ഷനെ കാണാൻ വേണ്ടി ഇന്റഗ്രേറ്റ് ചെയ്താണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് അതിനകത്ത് വേണ്ട ഇക്വേഷൻസ് മാത്രമേ എഴുതുന്നുള്ളൂ. അതായത് ഏതൊരു ഒരു സ്മോൾ പോർഷനിൽ ഡെൽറ്റ എൽ എന്ന് പറയുന്ന, അതായത് ഏതൊരു ഒരു പോയിന്റ് ഉണ്ടാകുന്ന ഡിഫോർമേഷൻ ആണ് ഡെൽറ്റ എൽ. ഇറ്റ് ഇസ് ഗിവൻ ബൈ ദ ഇക്വേഷൻ WL²/2E. നമുക്ക് ഇതല്ലാട്ടോ പഠിക്കേണ്ട ഇക്വേഷൻ. അത് എങ്ങനെ വന്നു എന്നുള്ളതിനുള്ള വേണ്ട ബേസിക് ആയിട്ടുള്ള 1-2 ഇക്വേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഏതൊരു പോയിന്റിലെ ഡിഫോർമേഷൻ കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു WL²/2E. അതിൽ W എന്ന് പറയുന്നത് വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം ആണ്. അതായത് ഒരു യൂണിറ്റ് വോളിയം നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന വെയിറ്റിനെയാണ് സെൽഫ് വെയിറ്റിനെയാണ് W എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് WL²/2E എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഡെൽറ്റ എൽ. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ഇക്വേഷനിലോട്ട് എത്തുന്ന നമ്മൾ മേളിലും താഴെയും അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ആവുന്നിരിക്കുകയാണ്. അപ്പൊ WL² × A താഴെ 2E × A. അപ്പൊ നമുക്ക് ഇൻ എഫക്ട് മേളിൽ എന്തെന്ന് വരും? W × A × L × L ഡിവൈഡഡ് ബൈ 2AE എന്ന് വരും. ഇനി നമുക്കറിയാം ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന W എന്ന് പറയുന്നത് വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഏതൊരു മെറ്റീരിയലിന്റെയും ക്രോസ് സെക്ഷൻ ഒരേപോലെ ആണെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. നമുക്കറിയാം ഇപ്പോൾ സിലിണ്ടർ ആണെങ്കിൽ അതിന്റെ വോളിയം കാണാനുള്ള ഫോർമുല πr² × h ആണ്. πr² എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h. അപ്പൊ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? വോളിയം ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു റെക്ടാംഗുലർ ബാർ ആണെങ്കിൽ അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് നമ്മൾ A ആയിട്ട് എടുത്തിരിക്കുന്നത്. ദാറ്റ് വിൽ ബി ദ ബേസ് ഏരിയ ഇൻറ്റു ലെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ദ വോളിയം. അപ്പൊ സ്മോൾ ലെറ്റർ W × A × L ഡിവൈഡ് ബൈ 2AE എന്നാണ് ഇക്വേഷൻ. ആ സ്മോൾ ലെറ്റർ W എന്ന് പറയുന്നത് വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം ആണ്. ഓക്കെ, വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വോളിയത്തിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റ്. അപ്പൊ യൂണിറ്റ് വോളിയത്തിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റിനെ ടോട്ടൽ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്നാ കിട്ടും? ടോട്ടൽ വെയിറ്റ് കിട്ടും. അതാണ് നെക്സ്റ്റ് അവിടെ സൈഡിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് കാണാൻ സാധിക്കും. W × A × L ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ W. ക്യാപിറ്റൽ ലെറ്റർ W എന്ന് പറഞ്ഞാൽ ബാർ മെമ്പറിന്റെ ടോട്ടൽ വെയിറ്റ് ആയിരിക്കും. ആ ബാർ മെമ്പറിന്റെ ടോട്ടൽ വെയിറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം ഇൻറ്റു ഏരിയ ഇൻറ്റു ലെങ്ത്. ഓക്കെ, അതെന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ W ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു WL ഡിവൈഡ് ബൈ 2AE, where W എന്ന് പറയുന്നത് ടോട്ടൽ വെയിറ്റ് ഓഫ് ദ മെമ്പർ, L എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത്, A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് E എന്ന് പറയുന്നത് അതിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഡെൽറ്റ എൽ കാണാനുള്ള ഇക്വേഷൻ ഒരു ബാറിന്റെ സെൽഫ് വെയിറ്റ് കാരണം ഉണ്ടാകുന്ന ഡിഫോർമേഷൻ. ഓക്കെ ആണോ? WL/2AE. ഓക്കെ, ഹലോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത്, ബാർസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് ആണ്.
ഈ ഒരു പോർഷൻ ഒന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ല ഇപ്പൊ പറയുന്ന പോർഷൻ. ഇതൊന്നും ക്വസ്റ്റ്യൻ ഒന്നും അധികം കണ്ടിട്ടില്ല. എന്നാലും ജസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിലെ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം, നോക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഒരു ബാർസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേ ലോഡ് വിത്ത്സ്റ്റാൻഡിംഗ് പവർ ആയിരിക്കും അതിനുണ്ടാകുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു സെക്ഷൻ അപ്പൊ നിങ്ങൾക്ക് അറിയാം ആ ബാർസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അവിടെ അത് താഴോട്ട് വരുന്നവരും ടേപ്പർ ചെയ്താൽ വന്നേക്കുന്നത്. ഈ ബീമിന്റെ കേസിൽ ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഒരു ബീം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബീമിന്റെ അകത്ത് ലോഡ് വരുമ്പോൾ ആ ബീം അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ബെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഡീഫോർമേഷൻ ഉണ്ടാവും. ഇനി നമുക്കറിയാം മാക്സിമം ബെൻഡിങ് ഉണ്ടാവുന്ന എവിടെയായിരിക്കും? ഇപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ അകത്ത് മൊത്തത്തിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബീമിന്റെ അകത്ത് ഉണ്ടാകുന്ന മാക്സിമം ബെൻഡിങ് എവിടെയായിരിക്കും? അതിന്റെ സെന്ററിലായിരിക്കും ഏറ്റവും കൂടുതൽ ബെൻഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീം പണിയുമ്പോൾ നമ്മൾ ഒരേ ക്രോസ് സെക്ഷനിലാണ് രണ്ട് സപ്പോർട്ട് പോലെ, അതായത് ലെഫ്റ്റ് സപ്പോർട്ട് പോലെ റൈറ്റ് സപ്പോർട്ട് പോലെ ഒരേ ക്രോസ് സെക്ഷനിലായിരിക്കും അത് പണിത് പോകുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെന്ററിൽ വരുന്ന അത്രയും ഇൻഫ്ലുവൻസ് അതിന് രണ്ട് സപ്പോർട്ട് എൻഡിൽ കണ്ടീഷൻസിൽ വരുന്നില്ല, അത്രയും ബെൻഡിങ് മൊമെന്റ് രണ്ട് എൻഡുകളിൽ വരില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ കൊടുക്കുന്ന ആ മെറ്റീരിയൽ ആക്ച്വലി യൂട്ടിലൈസ് ചെയ്യുന്നില്ല. സെന്ററിലുള്ള മെറ്റീരിയൽ മാത്രമായിരിക്കും കംപ്ലീറ്റ് ആയിട്ടും സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എടുക്കുന്നുള്ളൂ. രണ്ട് എൻഡിലുള്ള മെറ്റീരിയൽസ് ഒക്കെ അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്. അപ്പൊ ശരിക്കും നമ്മൾ ബീംസ് ഒക്കെ എക്കോണമിക്കൽ ആയിട്ട് പണിയുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സെന്ററിൽ ഡെപ്ത് കൂട്ടുകയും രണ്ട് എൻഡിലോട്ട് വരുമ്പോൾ ഡെപ്ത് കുറച്ച് പണിയുന്നു. പക്ഷെ നമുക്കത് പ്രാക്ടിക്കലി ആ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല, പിന്നെ എസ്തെറ്റിക്കലി അത് കാണാനൊരു ഭംഗിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യും? ഒരേപോലെ എല്ലായിടത്തും ഒരേ ക്രോസ് സെക്ഷനിൽ പണിയും. ഈ ബാർസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം താഴോട്ട് വരുന്നതോറും അതിന്റെ താഴത്തെ പോർഷനിലൊക്കെ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ ആ പോയിന്റിന്റെ താഴോട്ടുള്ള വെയിറ്റ് ആയിരിക്കും അതിൽ ആക്ട് ചെയ്യുക. അപ്പൊ ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്ന എവിടെയായിരിക്കും? ടോപ്പിലോട്ട് എത്തുമ്പോഴായിരിക്കും. കാരണം ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് കഴിഞ്ഞാൽ ബാക്കി മൊത്തം പോർഷൻ അതിന്റെ താഴോട്ടല്ലേ വരിക. അപ്പൊ ആ ടോപ്പ് മോസ്റ്റ് പോയിന്റിന് എന്തോരം വെയിറ്റിനെ കൗണ്ടർ ചെയ്യേണ്ടി വരും? അതിന് താഴോട്ടുള്ള ടോട്ടൽ ഫോഴ്സ് ടോട്ടൽ മെറ്റീരിയൽ കാരണം മൊത്തം വെയിറ്റിനെ കൗണ്ടർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ബാർസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് കൊടുത്തപ്പോൾ ശരിക്കും മേളിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലും താഴോട്ട് വരുന്നവരും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവുമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ്, അതായത് താഴെയിൽ നിന്ന് ബോട്ടം പോർഷനിൽ നിന്ന് ഒരു സ്മോൾ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഡിസ്റ്റൻസ് എക്സ്. ആ ഒരു പോർഷന്റെ ഏരിയ ആണ്, അതായത് ഏരിയ ഓഫ് ദിസ് സെക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ബോട്ടം എൻഡ്, എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ A2 into e raised to wx by sigma. ഓരോ ടേംസ് എന്താണെന്ന് പറയാം. സിഗ്മ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ട്രെസ്, എക്സ് എന്ന് പറയുന്നത് നമ്മൾ താഴെ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണോ നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ആ ഒരു പോർഷനിലെ ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാര്യം ചിന്തിക്കുക, ഏറ്റവും ടോപ്പ് ബേസിൽ നിന്ന് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷൻ വരെ വരുന്ന ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്. അപ്പോ എക്സ് എൽ ആകുമ്പോൾ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷൻ ആകുമ്പോൾ അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് A1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ A1 is given by the equation A1 is equal to A2 into e raised to W into instead of x നമുക്ക് എന്നാ കൊടുക്കാം മക്കളെ? L എന്ന് കൊടുക്കാം. അപ്പൊ L divided by sigma എന്ന് വരും. Sigma is the stress. അപ്പൊ A1 is equal to A2 into e raised to W L by sigma, where A is applied load on the upper end, A is the area, is the A1 is the area of the upper end, A2 എന്ന് പറയുന്നത് area of the lower end, W എന്ന് പറയുന്നത് വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം ആയിരിക്കും, സിഗ്മ എന്ന് പറയുന്നത് യൂണിഫോം സ്ട്രെസ് ഓൺ ദ ബാർ ആയിരിക്കും. എന്തുകൊണ്ടാണ് അവിടെ യൂണിഫോം സ്ട്രെസ്? കാരണം നമുക്കറിയാം സ്ട്രെസ് സിംപ്ലി ലോഡ് ബൈ ഏരിയ അല്ലെ. അപ്പൊ താഴത്തെ പോർഷനിൽ ലോഡ് കുറവായിരിക്കും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ കുറവായിരിക്കും. മേലോട്ട് ചെല്ലുന്നതോറും ലോഡ് കൂടും, അപ്പൊ ഡിനോമിനേറ്ററിലെ ഏരിയയും കൂടും. അപ്പൊ എല്ലായിടത്തും ഉണ്ടാകുന്ന സ്ട്രെസ് എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എന്ന് പറയുന്നത്. താഴെ മേളിൽ നമ്മൾ ഒരേ ക്രോസ് സെക്ഷൻ ഏരിയ കൊടുത്താൽ എന്ത് സംഭവിക്കും? നമ്മൾ താഴെ ആക്ട് ചെയ്യുന്ന ലോഡ് ബൈ ചെയ്യുന്ന ഏരിയയും മേളിൽ ആക്ട് ചെയ്യുന്ന ലോഡ് കൂടുതലായിരിക്കും ബൈ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് മേളിലും താഴെയും ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ഒരേപോലെ വരില്ല. ബിക്കോസ് ലോഡ് ബൈ ഏരിയ ആണ്. നമുക്കറിയാം താഴെ ഏരിയ കുറവ്, മേളിലെ ഏരിയ കൂടുതൽ. അപ്പം മേളിൽ ഇന്റൻസിറ്റി ഓഫ് ലോഡ് കൂടുതൽ ഡിവൈഡ് ബൈ വലിയ ഏരിയ, താഴെ ഇന്റൻസിറ്റി ഓഫ് ലോഡ് കുറവ് ഡിവൈഡ് ബൈ ചെറിയ ഏരിയ. അപ്പൊ അങ്ങനെ വരുമ്പോൾ രണ്ടും എന്ത് കിട്ടും? ഒരേപോലെ കിട്ടും. അപ്പൊ എല്ലാ പോയിന്റിലും നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്താന്ന് കിട്ടും? സെയിം ആണെന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ടെമ്പറേച്ചർ സ്ട്രെസ് എന്നാണ്. ആ ഹെഡിങ് ഇത്തിരി കട്ടായി പോയി. ഞാൻ നോട്ട്സ് വരുമ്പോൾ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിക്കോളൂ. അപ്പൊ നിങ്ങൾ കേൾക്കുന്ന ലെക്ചർ ക്ലിയർ ആയിട്ട് കേൾക്കും. ടെമ്പറേച്ചർ സ്ട്രെസ്സസ് ആണ് അടുത്ത ഹെഡിങ്. ടെമ്പറേച്ചർ സ്ട്രെസ്സസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു നിങ്ങൾക്കറിയാം, ഇപ്പൊ നമ്മൾ ഒരേ ഡയാമീറ്റർ ഉള്ള രണ്ട് പൈപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പൈപ്പിന്റെ എൻഡിൽ എന്ത് കൊടുക്കും? ടെമ്പറേച്ചർ കൊടുക്കും, അതിനെ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതിന്റെ അവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ കൂടും. ക്രോസ് സെക്ഷൻ ഏരിയ കൂടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മറ്റേ പൈപ്പിനെ അതിന്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കും.
അത് കൂളായി കഴിയുമ്പോഴത്തേനും രണ്ടും ഒരേ ഇൻ എഫക്ട് ഒരേ അവസ്ഥയിലോട്ട് വരും. അപ്പോൾ അത് രണ്ടും ടൈറ്റ് ആയിട്ട് ഹെൽഡ് ചെയ്യും. ഓക്കെ, അപ്പം ടെമ്പറേച്ചർ കാരണം ആ മെമ്പറിൽ എന്ത് സംഭവിക്കാം? എലോങ്ങേഷൻ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ എലോങ്ങേഷൻ ഉണ്ടാവുമ്പോൾ അത് പഴയ അവസ്ഥയിലോട്ട് തിരിച്ചു വരാൻ വേണ്ടി അതിന്റെ ഉള്ളിലോട്ട് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുമല്ലോ. അങ്ങനെ ഉണ്ടാവുന്ന സ്ട്രെസ്സിന് പറയുന്ന പേരാണ് ടെമ്പറേച്ചർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, ഇഫ് ദ ഡിഫോർമേഷൻ ഈസ് ഡ്യൂ ടു റൈസ് ഓർ ഫോൾ ഓഫ് ദ ടെമ്പറേച്ചർ ഇൻ എനി ബോഡി ഇസ് പ്രിവെന്റഡ്. അതായത് നമുക്കിപ്പോ ഒരു മെമ്പർ ഉണ്ട്, നമ്മൾ ഈ ബ്രിഡ്ജ് ഒക്കെ പണിയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലൂടെ വെഹിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രിഡ്ജിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് കട്ടറിൽ വീഴുന്ന പോലത്തെ ഒരു ഫീലിംഗ് കാണും. അത് ആക്ച്വലി എന്താണ്? ജോയിന്റ്സ് പ്രൊവൈഡ് ചെയ്തേക്കുന്നതാണ്. എന്തിനു വേണ്ടിയാ? ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഈ ബ്രിഡ്ജ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പാൻഡ് ചെയ്യും അല്ലെ. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെ എക്സ്പാൻഷനുള്ള പ്രൊവിഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് രണ്ടും കൂടി ഫ്രീ മൂവ്മെന്റ് പോസിബിൾ അല്ലാതെ വരും. അപ്പൊ അതവിടെ ക്രാക്ക് ഫോം ചെയ്യാനുള്ള കാരണമാകും. അപ്പൊ അതുപോലെ നമ്മള് ടെമ്പറേച്ചർ കാരണം എന്ത് സംഭവിക്കും? അതിൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ കൺട്രാക്ഷൻ ഉണ്ടാവും. നമ്മൾ ഈ എക്സ്പാൻഷനോ കൺട്രാക്ഷനോ പ്രിവെന്റ് ചെയ്യുകയാണെങ്കിൽ, വിച്ച് മീൻസ് ഇഫ് യു ആർ ഗിവിംഗ് എ സപ്പോർട്ട്, രണ്ട് എൻഡിലും നമ്മൾ സപ്പോർട്ട്സ് കൊടുത്തു, അത് എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് അനുവദിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഉള്ളിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ഫ്രീ ടു എക്സ്പാൻഡ്. എക്സ്പാൻഡ് ചെയ്യാൻ ഫ്രീ ആണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് നമുക്ക് അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യില്ല? സ്ട്രെസ് ഡെവലപ്പ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ ടെമ്പറേച്ചർ കൂടുകയോ കുറയുകയോ ചെയ്യുന്ന സമയത്ത് ഇഫ് ദ മെറ്റീരിയൽ ഈസ് പ്രിവെന്റഡ് ഫ്രം ഫ്രീ എക്സ്പാൻഷൻ കൊടുക്കുന്നില്ലെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഉള്ളിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ സ്ട്രെസ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് തെർമൽ സ്ട്രെസ് എന്നും പറയാറുണ്ട്. ഇനി ടെമ്പറേച്ചർ കൂടുന്ന സമയത്തോ അല്ലെങ്കിൽ കുറയുന്ന സമയത്തോ അവിടെ ഉണ്ടാവുന്ന ഡിഫോർമേഷൻ കാരണം അവിടെ ചേഞ്ച് ഓഫ് ഡയമെൻഷൻ ഉണ്ടാവുന്നു. ദാറ്റ് ഈസ് സിംപ്ലി കോൾഡ് തെർമൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ സ്ട്രെയിൻ എന്ന് പറയും. ഇനി നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്, അതായത് ഡിഫോർമേഷൻ ഡ്യൂ ടു ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് ഒരു മെമ്പർ ഉണ്ട്, ആ മെമ്പറിനകത്ത് നമ്മൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സപ്പോസ് ഈ ടി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ചേഞ്ചസ് ഫ്രം 20 ഡിഗ്രി സെൽഷ്യസ് ടു 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അവിടെ ടി എന്ന് പറയുന്നത് 20 അല്ല 50 അല്ല. ഹൗ ടു കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 50 ആൻഡ് 20. ആ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ടി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ എൽ ആൽഫ ടി ആണ്. അതായത് നമ്മൾ നേരത്തെ ലോഡ് കാരണമുള്ള ഡെൽറ്റ കാണാൻ വേണ്ടി പി എൽ ബൈ എ എന്നുള്ള പറഞ്ഞിരുന്നു. അതേപോലെ ടെമ്പറേച്ചർ ചേഞ്ച് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഉണ്ടായിരിക്കുന്ന ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൻ ബൈ ദ ഇക്വേഷൻ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ഇൻറ്റു ടി, വേർ എൽ ഈസ് ദ ഒറിജിനൽ ലെങ്ത് ഓഫ് ദ മെമ്പർ, ആൽഫ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണ്. എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി സെൽഷ്യസ് വേരിയേഷൻ ഉണ്ടാവുമ്പോൾ അതിന്റെ ലെങ്ത്തിൽ എത്രത്തോളം മാറ്റം ഉണ്ടാവുന്നുണ്ട് അതിനാണ് ആൽഫ എന്ന് പറയുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. യൂണിറ്റ് റൈസ് ഓഫ് ടെമ്പറേച്ചർ കാരണം ചേഞ്ച് ഇൻ യൂണിറ്റ് ലെങ്ത് നമ്മൾ എടുക്കുകയാണ്. സേ ഇപ്പോൾ ഒരു 1 മീറ്റർ ഒരു 1 സെന്റിമീറ്റർ 1 മില്ലിമീറ്റർ വാട്ട് എവർ ഇറ്റ് മേ ബി, ഒരു യൂണിറ്റ് ലെങ്ത് ഞാൻ എടുത്തു. സേ 1 മീറ്റർ എന്ന് എടുത്തു. 1 മീറ്റർ ലെങ്ത്തിൽ 1 ഡിഗ്രി ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉണ്ടാകുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ആൽഫ എന്ന് പറയുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് പെർ യൂണിറ്റ് റൈസ് ഇൻ ടെമ്പറേച്ചർ. യൂണിറ്റ് ലെങ്ത്തില് യൂണിറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കാരണം ഉണ്ടാവുന്ന സ്ട്രെയിൻ വാല്യൂയാണ് ആൽഫ. ആൻഡ് ഇറ്റ് ഈസ് ഗിവൻ ബൈ ദ ഇക്വേഷൻ എൽ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ടി. ടി ഈസ് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ. Then if the ends of the members are fixed to a rigid support so that the expansion or contraction is prevented, then there will be stress induced in the bar. എന്ന് പറഞ്ഞാൽ ഒരു ബാറിനകത്ത് നമ്മൾ ടെമ്പറേച്ചർ എഫക്ട് കൊടുത്തു, അതായത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് ടെമ്പറേച്ചർ കൊടുത്തു. ഡ്യൂ ടു ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് ടെമ്പറേച്ചർ ആ മെമ്പറിൽ എലോങ്ങേഷൻ ഉണ്ടായി. ഓക്കെ, ആ എലോങ്ങേഷൻ ഫ്രീ ആണെങ്കിൽ, അതായത് നമ്മൾ ആ എക്സ്പാൻഷനെ പ്രിവെന്റ് ചെയ്തില്ലെങ്കിൽ the body will undergo expansion and no stress will be developed. If the body is prevented from expanding, ആ ബോഡി നമ്മൾ എക്സ്പാൻഷൻ തടയുകയാണെങ്കിൽ ആ ബോഡിയിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് ദാറ്റ് സ്ട്രെസ് ഇസ് കോൾഡ് ടെമ്പറേച്ചർ സ്ട്രെസ്. ഇനി നമുക്കറിയാം സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എൽ ആൽഫ ടി ബൈ എൽ ആണ്. ആ എല്ലും എല്ലും കാൽക്കുലേറ്റ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ടി. അപ്പൊ ടെമ്പറേച്ചർ എഫക്ട് കാരണമുള്ള സ്ട്രെയിൻ്റെ ഇക്വേഷൻ ആണ് ആൽഫ ഇൻറ്റു ടി. അപ്പൊ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ടി. നമുക്ക് വേറൊരു കാര്യം കൂടെ അവിടെ പറയാം, സ്ട്രെസ്. നമ്മളിപ്പോ എന്ത് കാൽക്കുലേറ്റ് ചെയ്തു? ഡെൽറ്റ പറഞ്ഞു, സ്ട്രെയിൻ പറഞ്ഞു, സ്ട്രെസ് പറഞ്ഞു. നമുക്ക് സ്ട്രെസ് ആണ് കാൽക്കുലേറ്റ്. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഇ യങ്സ് മോഡുലസ്. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു ഇ എന്ന് എഴുതാം. സോ സ്ട്രെസ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു ഇ.
E or epsilon. Okay, Young's modulus ആണ് E, epsilon എന്ന് പറഞ്ഞ strain ആണ്. So what is E? What is strain? Alpha into T. അപ്പോൾ sigma is equal to strain into Young's modulus എന്ന് പറഞ്ഞാൽ alpha into T into T. അപ്പോൾ ടെമ്പറേച്ചറിന്റെ ചേഞ്ച് കാരണം ആ മെമ്പറിൽ ഉണ്ടാവുന്ന സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ ആണ് സിഗ്മ ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ടി ഇൻറ്റു ഇ എന്ന് പറയും. ദാറ്റ് ഈസ് കോൾഡ് ടെമ്പറേച്ചർ സ്ട്രെസ്. അപ്പോൾ ടെമ്പറേച്ചറിന്റെ എഫക്ട് കാരണം ഉണ്ടാകുന്ന 3 കാര്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന്, ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ, വിച്ച് ഇസ് ഗിവൻ ബൈ ദ ഇക്വേഷൻ എൽ ആൽഫ ഇൻറ്റു ടി, വേർ എൽ ഇസ് ദ ലെങ്ത് ഓഫ് ദ മെമ്പർ, ആൽഫ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ, ആൽഫ ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് thermal expansion, and T is the change in temperature. Okay, then strain കാണാനുള്ള equation alpha into T, and stress കാണാനുള്ള equation alpha into T into E. Okay ആണോ? ക്ലിയർ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അടുത്തത് നമ്മളിപ്പോ പറഞ്ഞു, സപ്പോസ് ഞാൻ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതായത് സപ്പോർട്ട് തൊട്ട് എ വരെ മാർക്ക് ചെയ്തിരിക്കുന്ന ലെങ്ത് ആണ് ആക്ച്വലി നമ്മുടെ മെമ്പറിന്റെ ലെങ്ത്. ആ എ എന്ന് പറയുന്ന എൻഡിൽ നിന്ന് ഒരു സ്മോൾ ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തേക്കാണ് ബി എന്ന് പറഞ്ഞ സപ്പോർട്ട്. ഓക്കെ, ദെൻ അപ്പൊ ഇതാണ് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒരു മെമ്പർ ഉണ്ട്, അതിന്റെ ലെങ്ത് തീരുന്നത് എ എന്ന് പറയുന്ന പോയിന്റിലാണ്. നമ്മളൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട് വിച്ച് ഇസ് ലൊക്കേറ്റഡ് അറ്റ് ദ പോയിന്റ് ബി ആണെങ്കിൽ, നിങ്ങൾക്കറിയാം ഈ ഒരു മെമ്പറിന്റെ അകത്ത് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ആ മെമ്പർ എക്സ്പാൻഡ് ചെയ്യും. എവിടെ വരെ എക്സ്പാൻഡ് ചെയ്യും? സപ്പോസ് എ തൊട്ട് സി വരെ എക്സ്പാൻഡ് ചെയ്യുന്നിരിക്കട്ടെ. അതാണ് ഞാൻ താഴെ എ സി എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ എലോങ്ങേഷൻ ആയിരിക്കും. ഇനി പക്ഷെ നമുക്ക് നോക്കിക്കേ, എ തൊട്ട് ബി വരെ ആ മെറ്റീരിയലിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എ ടു ബി എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയാൻ പറ്റും. പക്ഷെ ബി കഴിഞ്ഞ് പിന്നെ ആ മെറ്റീരിയലിനെ എവിടെ വരെ ആക്ച്വലി എക്സ്പാൻഡ് ചെയ്യണമായിരുന്നു? സി വരെ എക്സ്പാൻഡ് ചെയ്യണമായിരുന്നു. പക്ഷെ ആ എക്സ്പാൻഷൻ ഇവിടെ പ്രിവെന്റ് ചെയ്തിരിക്കുകയാണ് ബിക്കോസ് ഓഫ് ദ സപ്പോർട്ട് പ്രൊവൈഡഡ് ബി. അപ്പോൾ ഈ ബി തൊട്ട് സി വരെ ഉണ്ടായിരിക്കുന്ന എക്സ്പാൻഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ആയിരിക്കും ഈ മെമ്പറിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ലോജിക്. സംഭവത്തോടെ ഞാൻ പറയാം. അതായത് നമുക്കൊരു ബാർ മെമ്പർ ഉണ്ട്, അതിന്റെ ലെങ്ത് എ വരെയാണ്. ഓക്കെ, സപ്പോസ് വി ആർ പ്രൊവൈഡിങ് എ സപ്പോർട്ട് which is marked as B. ഇനി ഈ സപ്പോർട്ട് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഈ മെമ്പർ എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യും? എ ടു സി വരെ എക്സ്പാൻഡ് ചെയ്യും. നമ്മൾ എൽ ആൽഫ ടി എന്ന് പറയുന്നത് എ ടു സി ആണ്. ടെമ്പറേച്ചറിന്റെ എഫക്ട് കാരണം ഉണ്ടാകുന്ന എക്സ്പാൻഷൻ ആണ് എൽ ആൽഫ ടി. ഇറ്റ് ഈസ് ഫ്രം എ ടു സി ആയിരിക്കും. ഇനി നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റ് ഒരു സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് എന്ത് പ്രശ്നമാണ്? ഫ്രീ ആയിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഫ്രീ ആയിട്ട് എക്സ്പാൻഷൻ പറ്റില്ലാത്തത് കൊണ്ട് ബി സി എന്ന് പറയുന്ന എക്സ്പാൻഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനകത്ത് സ്ട്രെസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ സ്ട്രെസ്സിന് കാരണമായിട്ടുണ്ടാവുന്ന എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പാൻഷൻ എ സിയിൽ നിന്ന് എ ബി കുറച്ചാൽ മതി. എ സി എന്ന് പറയുന്ന എക്സ്പാൻഷൻ ലെങ്ത്തിൽ നിന്ന് എ ബി എന്ന് പറയുന്ന ലെങ്ത് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പാൻഷൻ കിട്ടും. കാരണം എ ടു ബി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യില്ല ബിക്കോസ് ദ ബോഡി ഈസ് ഫ്രീ ടു എക്സ്പാൻഡ്. അതാണ് ഇവിടെ നമ്മൾ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ടി മൈനസ് ഡെൽറ്റ. ആ ട്രയാംഗുലർ ഡെൽറ്റ എന്ന് പറയുന്നത് അവിടെ കൊടുത്തിരിക്കുന്ന ഗ്യാപ്പാണ്. ഇനി നമുക്കറിയാം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ. സോ ഹിയർ ദ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എത്രയാണ്? എൽ ആൽഫ ടി മൈനസ് ഡെൽറ്റ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്താണ്? എൽ ആണ്. ഇനി അത് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സി ആ എല്ലും ക്യാൻസൽ ചെയ്ത് പോകും. സോ യു വിൽ ബി ഗെറ്റിംഗ് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ആൽഫ ടി മൈനസ് ഡെൽറ്റ ബൈ എൽ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സ്ട്രെസ് ഈസ് ഈക്വൽ ടു സ്ട്രെയിൻ ഇൻറ്റു യങ്സ് മോഡുലസ് ആണ്. അപ്പൊ നമുക്ക് എപ്സിലോന്റെ വാല്യൂ ഉണ്ട്. അപ്പൊ സിഗ്മ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എപ്സിലോൺ. എപ്സിലോന്റെ വാല്യൂ മേലിൽ നിന്ന് കൊടുത്തിരിക്കുന്നതാണ് ആൽഫ ടി മൈനസ് ഡെൽറ്റ ബൈ എൽ. അപ്പോൾ ഈ ഇക്വേഷൻസ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? നമ്മുടെ ബാർ മെമ്പറിനകത്ത് ഫ്രീ എക്സ്പാൻഷൻ പ്രിവെന്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എത്രയെന്നാണ്. നമ്മുടെ മറ്റേ ആദ്യമേ നമ്മൾ പറഞ്ഞ കേസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫുൾ എക്സ്പാൻഷനും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ഡെവലപ്പ് ചെയ്യും? സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഈ പറഞ്ഞ കേസിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഒരു ടോട്ടൽ ഒരു സർട്ടൻ വരെ എക്സ്പാൻഷൻ പോസിബിൾ ആണ്, അവിടെ ഒബ്സ്ട്രക്ഷൻ ഒന്നും ഇല്ല. അത് കഴിഞ്ഞും ഇത് എക്സ്പാൻഡ് ചെയ്യണം, പക്ഷെ ആ എക്സ്പാൻഷൻ പ്രിവെന്റ് ചെയ്തിരിക്കുകയാണ് ഡ്യൂ ടു സം സപ്പോർട്ട് കണ്ടീഷൻസ്. അങ്ങനെയാണെങ്കിൽ ആ ബാക്കിയുള്ള എക്സ്പാൻഷന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും അവിടെ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്.
അപ്പം ലോജിക്കലി നമ്മൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ആ എൽ ആൽഫ ടി മൈനസ് ഡെൽറ്റ എന്നുള്ള ഒരു ലോജിക്ക് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാം വാട്ട് ഇസ് സ്ട്രെയിൻ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പൊ എൽ ആൽഫ ടി മൈനസ് ഡെൽറ്റ ബൈ എൽ ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇനി അതിലുള്ള റീഅറേഞ്ച്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ആ എല്ലും കട്ട് ചെയ്ത് പോയത്, അതോടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾക്കറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ ആണ്. അപ്പൊ യങ്സ് മോഡുലസ് ഇ ആണെന്നറിയാം, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്നുണ്ട് ഡെൽറ്റ എൽ ബൈ എൽ എന്നുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് ദ ഇക്വേഷൻ. എല്ലാ ഇക്വേഷൻസും നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എക്സാമിന് പോകുമ്പോൾ നമുക്ക് ഓർത്തിട്ടില്ല. അപ്പൊ മാക്സിമം സംഭവങ്ങൾ റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കി ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറെ ലോഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ടേപ്പറിംഗ് സെക്ഷൻസ് പറഞ്ഞായിരുന്നു. ടേപ്പറിംഗ് സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു ഓരോ ഇൻസ്റ്റന്റിലും അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സെക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടേപ്പറിംഗ് സെക്ഷൻസ്. ഓക്കെ, അപ്പൊ ടേപ്പറിംഗ് സെക്ഷൻസിന്റെ കേസിൽ എങ്ങനെയാണ് ഈ ടെമ്പറേച്ചറിന്റെ എഫക്ട് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് നോക്കാം, കൺസിഡർ എ സർക്കുലർ ബാർ ഓഫ് യൂണിഫോംലി ടേപ്പറിംഗ് സെക്ഷൻ ഫ്രം ഇറ്റ്സ് എൻഡ് എ ബി ടു എ. നമുക്കൊരു ടേപ്പറിംഗ് സെക്ഷൻ ഉണ്ട്. ടേപ്പറിംഗ് സെക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു, രണ്ട് ടൈപ്പ് ഓഫ് ടേപ്പറിംഗ് സെക്ഷൻ ആണ് പറഞ്ഞത്. ഒന്ന് സർക്കുലർ ക്രോസ് സെക്ഷനും ഒന്ന് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനും. സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അതിന്റെ ഡയമീറ്റർ ഒരെൻഡിൽ നിന്ന് മറ്റേ എൻഡിലോട്ട് എത്തുമ്പോൾ കുറയും, അല്ലെങ്കിൽ വേരി ചെയ്യും, കുറയാം കൂടാൻ ഡിപ്പെൻസ്. പിന്നെ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ നമുക്ക് പറയാം അതിന്റെ വിട്ട് ഒരു സെക്ഷനിലെ വിട്ടായിരിക്കില്ല മറ്റേ സെക്ഷനിൽ. നമ്മൾ ഇതിലെ പഠിച്ചിരുന്നു 4PL പൈ D1 D2 എന്നുള്ള ഇക്വേഷനെ വെച്ചിട്ട്. അതാണ് സംഭവം. ഇനി അതിനകത്ത് ടെമ്പറേച്ചറിന്റെ എഫക്ട് എങ്ങനെ വന്നാലെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്കൊരു ടേപ്പറിംഗ് സെക്ഷൻ ഉണ്ട്. അതിന്റെ എൽ എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ബാർ ആണ്. D1 എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ ബിഗർ എൻഡ്, D2 എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ സ്മോളർ എൻഡ്, T എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ആൽഫ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, അത് തന്നെയാണ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എൽ ആൽഫ ടി. അതെന്ത് കാരണമുള്ള ഡെൽറ്റ എൽ ആണ്? ടെമ്പറേച്ചർ വേരിയേഷൻ കാരണമാണ് ഡെൽറ്റ എൽ ആണ്. ദെൻ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു, അപ്പൊ ഈ നമ്മൾ ടെമ്പറേച്ചറിന്റെ എഫക്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, ലോഡൊന്നും ഇല്ലല്ലോ. ആക്ച്വലി അവിടെ ലോഡായിട്ട് ആക്ട് ചെയ്യുന്ന ആളാരാണ്? ടെമ്പറേച്ചർ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ അടുത്തത് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അടുത്ത കേസിൽ നമ്മൾ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു 4PL പൈ D1 D2 എന്നാണ് പറയുന്നത്. ആക്ച്വലി ആ 4PL പൈ D1 D2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്പാൻഷൻ ഇൻ എനി മെമ്പർ, ഐ മീൻ ടേപ്പറിംഗ് സെക്ഷൻ, ഒരു സർക്കുലർ ടേപ്പറിംഗ് സെക്ഷൻ ഡ്യൂ ടു ദ എക്സ്റ്റേണലി അപ്ലൈഡ് ലോഡ് P ആണ്. എക്സ്റ്റേണലി ആയിട്ട് ഒരു P കൊടുത്തു കഴിഞ്ഞാൽ ആ ലോഡ് കാരണം അവിടെ ഉണ്ടാകുന്ന ഡിഫോർമേഷൻ ആണ് 4PL പൈ D1 D2 എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ടെമ്പറേച്ചർ ആണ് എന്തായിട്ട് കൊടുത്തിരിക്കുന്നത്? ലോഡായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് എത്രയാണെന്ന് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? സിംപ്ലി 4PL പൈ D1 D2 എന്തിനോട് ഇക്വേറ്റ് ചെയ്താൽ മതി? എൽ ആൽഫ ടി കൊണ്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. അത് ഇക്വേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പിയുടെ ഇക്വേഷൻ എഴുതിയിരിക്കുന്നതാണ് D1 ആൽഫ ടി. അതവിടെ കട്ടായി പോയിട്ടുണ്ട്. ഹലോ, കേൾക്കുന്നില്ല നിങ്ങള്? ഹലോ, ഓക്കെ. അപ്പൊ ആ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തിട്ട് പിയുടെ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് P is equal to പൈ E D1 D2 L ആൽഫ, എല്ലും കട്ട് ചെയ്ത് കൂട്ടും. അപ്പൊ ആൽഫ ടി ഡിവൈഡ് ബൈ 4 എന്ന് വരും. P is equal to പൈ E D1 D2 alpha t divided by 4, where P is the load or force required to bring the deformation to the original state. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ടെമ്പറേച്ചർ എഫക്ട് കൊടുത്തപ്പോൾ ആ മെമ്പർ ഡിഫോം ചെയ്തു. ഓക്കെ, അതാണ് എൽ ആൽഫ ടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ എൽ ആൽഫ ടി എക്സ്പാൻഷൻ പ്രിവെന്റ് ചെയ്തതിനെ പഴയ അവസ്ഥയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി എത്രത്തോളം ലോഡ് അവിടെ കൊടുക്കണം അതാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾ ഓർക്കുക, ടെമ്പറേച്ചറിന്റെ എഫക്ട് എന്ന് പറയുമ്പോൾ ആക്ച്വലി ആ ടെമ്പറേച്ചർ ആണ് അവിടെ ലോഡ് ആക്ട് ചെയ്യുന്നത്. ആ ടെമ്പറേച്ചറിന്റെ എഫക്ട് കൊണ്ടാണ് മെമ്പർ എന്ത് ചെയ്യുന്നത്? ഡിഫോം ചെയ്യുന്നത്. അപ്പൊ ടെമ്പറേച്ചറിന്റെ എഫക്ട് കാരണം നിങ്ങൾക്ക് അറിയാം ഡിഫോർമേഷൻ കാരണമുള്ള ഇക്വേഷൻ 4PL പൈ D1 D2 എന്ന് നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എൽ ആൽഫ ടി ആയിരിക്കും. സോ വെൻ യു ഇക്വേറ്റ് ദോസ് ടു തിങ്സ് അവിടെ നമുക്ക് എന്തിന്റെ ഇക്വേഷൻ കിട്ടും? പിക്കുള്ള ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് P is equal to പൈ D1 D2 alpha t divided by 4. ഇനി നമ്മളിപ്പോ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന P എത്രയാണെന്ന് നോക്കി. ഇനി യൂണിഫോംലി ടേപ്പറിംഗ് സെക്ഷൻ ആകുമ്പോൾ ഐ മീൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല. ബിക്കോസ് എല്ലായിടത്തും ഏരിയ ഓഫ് ക്രോസ് ഒരേപോലെ അല്ലല്ലോ. ഏരിയ ഓഫ് ക്രോസ് ഒരേപോലെ ആയിരിക്കും. അപ്പൊ മാക്സിമം സ്ട്രെസ്സിനുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഓർത്താൽ മതി, നമുക്കറിയാം സ്ട്രെസ് ഇസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ അല്ലെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പൊ നമുക്ക് ഏരിയ എത്രത്തോളം ചെറുതാവുന്നോ, അതായത് ഡിനോമിനേറ്ററിലാണല്ലോ ഏരിയ കിടക്കുന്നത്, ഏരിയ എത്രത്തോളം ചെറുതാവുന്നോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കൂടുതലായിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം സ്ട്രെസ് ടേപ്പറിംഗ് സെക്ഷന്റെ ഒക്കെ കേസിൽ കാണുന്നതിന് വേണ്ടി വി ആർ ഡൂയിങ് എന്താ ചെയ്യുക? നമ്മൾ ഏറ്റവും സ്മോളർ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതായത് A1 A2 നമുക്ക് രണ്ട് ഏരിയാസ് ഉണ്ടെങ്കിൽ മാക്സിമം സ്ട്രെസ് കിട്ടണമെങ്കിൽ വി ഹാവ് ടു ഡിവൈഡ് ദ ലോഡ് വാല്യൂ ബൈ ദ സ്മോളർ ഏരിയ. ദാറ്റ് ഇസ് റിട്ടൺ ദെയർ. സിഗ്മ മാക്സ് ഇസ് ഈക്വൽ ടു P ബൈ ഏരിയ സ്മോൾ.
അവിടുത്തെ ഏറ്റവും ചെറിയ ഏരിയ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. സോ ഹിയർ ഫോർ ദ ടൈം ബീങ് നമ്മൾ D2 ആണ് സ്മോളർ ഡയമീറ്റർ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ D2 ഏരിയ എന്ന് പറയുമ്പോൾ സർക്കുലർ സെക്ഷൻ ഏരിയ π/4 d സ്ക്വയർ ആണ്, D2 സ്ക്വയർ. സോ പൈ d1 d2 alpha t divided by 4 π/4 d സ്ക്വയർ. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പൈ പോകും, ബാക്കി നിങ്ങൾക്ക് 4 4 ക്യാൻസൽ ചെയ്ത് പോയിട്ട് D2 മേലത്തെ ക്യാൻസൽ ചെയ്ത് പോകും, പിന്നെ താഴെ ഒരു D2 വരും. സോ ഫൈനലി യു വിൽ ബി ഹാവിംഗ് E into d1 alpha t divided by d2. ഇതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാൻ നോക്കാൻ നമ്മൾ നടക്കില്ല. അപ്പം ബേസിക് ആയിട്ട് നമുക്ക് 4PL π d1 d2 എന്നുള്ള ബേസിക് ഇക്വേഷൻ അറിയാം. ദെൻ മാക്സിമം ഏരിയ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, സോറി മാക്സിമം സ്ട്രെസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഏറ്റവും സ്മോളർ ഏരിയ ആയിരിക്കും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റനിൽ വാട്ട് ആർ മേ ബി ദ d1 വാല്യൂ d2 വാല്യൂ, അതിൽ ഏറ്റവും ചെറുതെടുക്കുക. സർക്കുലർ സെക്ഷൻ ആകുമ്പോൾ അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പറയുമ്പോൾ എന്തായിരിക്കും π/4 d സ്ക്വയർ, അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഡിഫറെന്റ് ലെങ്ത് ഉള്ള ഡിഫറെന്റ് മെറ്റീരിയൽസ് ആണെങ്കിൽ അതായത് ഫസ്റ്റ് മെമ്പർ ഓഫ് ലെങ്ത് L1, രണ്ടാമത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിഫറെന്റ് ആണ് L2. അങ്ങനെയാണെങ്കിൽ ഓരോന്നിനും ഉണ്ടാവുന്ന ഡിഫോർമേഷൻ Δ1 is equal to Δl. ടോട്ടൽ ഡിഫോർമേഷൻ ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് Δl is equal to ആദ്യത്തെ ആളിലുണ്ടാവുന്ന ഡിഫോർമേഷൻ L1 alpha t, രണ്ടാമത്തെ ആളിലുണ്ടാവുന്ന ഡിഫോർമേഷൻ L2 alpha t ആണെങ്കിൽ നമുക്കത് എഴുതാം, ഒരുമിച്ച് എഴുതാം. ഏത് കോമൺ ആയിട്ട് പുറത്തെടുക്കാം, ആൽഫ ഇൻറ്റു ടി പുറത്തെടുത്ത് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് L1 + L2 ഇൻറ്റു ആൽഫ ടി. അപ്പൊ ടോട്ടൽ ഡിഫോർമേഷൻ Δl എന്ന് പറയുന്നത് Δl1 by Δl2 ആണ്. ഈ Δl1 Δl2 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ആണ്. നമുക്കത് സ്ട്രെയിനിലോട്ട് കൊണ്ടുവരണമെങ്കിൽ വി ഹാവ് ടു ഡിവൈഡ് ദോസ് ടു വാല്യൂസ് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ Δl1 by L1 is a strain in L1. Δl2 by L2 എന്ന് പറയുന്നത് സ്ട്രെയിൻ ഇൻ L2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മേളിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ്റെ അകത്ത് ഒരു L1 ഒരു L2 ന്യൂമറേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഈ ഡെൽറ്റ, അതായത് താഴെ നമുക്ക് ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷനെ ഒരു L1 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും L1 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും L1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് Δl1 by L1 എന്തെന്ന് കിട്ടും, സ്ട്രെയിനിന് കിട്ടും. Δl2 by L2 എന്ന് കിട്ടും, രണ്ടാമത്തെ സ്ട്രെയിനിന് കിട്ടും. നിങ്ങൾക്കറിയാം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ആണ്. അപ്പോൾ ഒന്നാമത്തേന് നമുക്ക് എന്നാ കൊടുക്കാം, σ1 by E. രണ്ടാമത്തേൽ ആ സ്ട്രെയിന് റെസ്പോണ്ടിങ് ആയിട്ട് എന്നാ കൊടുക്കാം, σ2 by E. ബാക്കി ആ കിടക്കുന്ന L1 L2 എന്ന് പറഞ്ഞാൽ നമ്മൾ Δl1 ഡിവൈഡഡ് ബൈ L1 ആണ് സ്ട്രെയിൻ. അത് ആ ഡിവൈഡ് ബൈ L1 കൗണ്ടർ ചെയ്യാൻ വേണ്ടി മേളിൽ ഒരു L1 കൊടുത്തല്ലോ, അങ്ങനെയാണ് അവിടെ ആ L1 വന്നിരിക്കുന്നത്. സോ യു വിൽ ബി ഹാവിംഗ് ദി ഇക്വേഷൻ σ1 by E into L1 plus σ2 into σ2 L2 divided by E. അപ്പോൾ σ1 L1 by E, σ2 L2 by E രണ്ടും ഒരേ മെറ്റീരിയൽ ആണെങ്കിൽ ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ കോമൺ ആയിട്ട് ഡിവൈഡ് ബൈ കൊടുത്തത്. ഡിഫറെന്റ് മെറ്റീരിയൽസ് ആണെങ്കിൽ E1 E2 എന്ന് സെപ്പറേറ്റ് കൊടുക്കുക. ഇതാണ് തെർമൽ സ്ട്രെസ് ഇൻ വേരിയിങ് ക്രോസ് സെക്ഷൻ. ഇപ്പോൾ വേരിയിങ് ക്രോസ് സെക്ഷൻ ആണെങ്കിലും ഓരോ മെമ്പറിലും ഡെവലപ്പ് ചെയ്യുന്ന ഡിഫോർമേഷൻ കാണാൻ സെപ്പറേറ്റ് ആയിട്ട് ഏത് അപ്ലൈ ചെയ്താൽ മതി, L alpha t അപ്ലൈ ചെയ്താൽ മതി. L alpha t എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചേഞ്ച് ഇൻ ലെങ്ത് ആട്ടോ, Δl ആണ് L alpha t എന്ന് പറയുന്നത്. സ്ട്രെയിൻ കാണണമെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത് വേണം. അത് കൺഫ്യൂസ്ഡ് ആവരുത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന തെർമൽ സ്ട്രെസ് ഇൻ കോമ്പോസിറ്റ് ബാർ ആണ്. ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. കുറച്ചൊരു കാര്യം നമ്മൾ ചിന്തിച്ചാലേ ഇത് മനസ്സിലാവും, പക്ഷെ എളുപ്പമാണ് സംഭവം. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു കോമ്പോസിറ്റ് ബാർ എന്ന് പറയുമ്പോൾ ഒരേപോലെ ആയിരിക്കും അതിൻ്റെ അകത്ത് ബിഹേവിയർ വരിക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ടെമ്പറേച്ചർ സ്ട്രെസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളൊരു പുതിയൊരു ടേം പറഞ്ഞായിരുന്നു, ആൽഫ, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ ഒരു മെമ്പറിന്റെ ആൽഫ വാല്യൂ കൂടുതലാണെങ്കിൽ അതിന്റെ മീനിങ് അത് കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യും. ആൽഫ വാല്യൂ കുറവാണെങ്കിൽ അത് കുറച്ച് എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ നമ്മളിപ്പോൾ എടുക്കുന്ന രണ്ട് മെമ്പേഴ്സ് ഡിഫറെന്റ് മെറ്റീരിയൽ ആണെങ്കിൽ, രണ്ടിനെയും ആൽഫ വാല്യൂസ് ഡിഫറെന്റ് ആണെങ്കിൽ ഒരാള് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും, ഒരാള് കുറവ് എക്സ്പാൻഡ് ചെയ്യും. ബട്ട് ആക്ച്വലി അങ്ങനത്തെ എക്സ്പാൻഷൻ ഒരു കോമ്പോസിറ്റ് മെമ്പറിന് പോസിബിൾ അല്ല, കാരണം രണ്ടുപേരും ഒരേ രീതിയിൽ ബിഹേവ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഇവിടെ ആദ്യമേ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ യു ക്യാൻ സി ബ്രാസ് ആൻഡ് സ്റ്റീൽ. സപ്പോസ് ഇവിടെ ബ്രാസിന്റെ എലോങ്ങേഷൻ കൂടുതലും സ്റ്റീലിന്റെ എലോങ്ങേഷൻ കുറച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സ്റ്റീൽ ആക്ച്വലി ഒരാൾ കൂടുതലായിട്ട് എലോങ്ങേറ്റ് ചെയ്യും, ഒരാൾ കുറച്ച് എലോങ്ങേറ്റ് ചെയ്യും. പക്ഷെ നമുക്ക് രണ്ടിന്റെയും എലോങ്ങേഷൻ ഇൻ ബിറ്റ്വീൻ നിർത്തണം. അതായത് മൂന്നാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ആള് രണ്ടുപേരുടെയും എലോങ്ങേഷൻ ഇതേപോലെ ഒറ്റ ലെവലിലാക്കണം. പക്ഷെ രണ്ടിന്റെയും കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഡിഫറെന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഒരാൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും, ഒരാൾ കുറച്ച് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ മെമ്പറിനകത്ത് ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ആ ലൈനിലാണ് നമുക്ക് രണ്ട് മെമ്പറിനെ കൊണ്ടുവന്ന് എത്തിക്കേണ്ടത്. ആ ലൈൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബ്രാസ് കുറച്ച് മേളിലോട്ട് പൊന്തി നിൽക്കുന്നു, സ്റ്റീൽ കുറച്ച് താഴോട്ട് നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബ്രാസിന്റെ അകത്ത് ഒരു കംപ്രസീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും,
നമ്മുടെ സ്റ്റീലിന്റെ അകത്ത് ഒരു ടെൻസൈൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ കംപ്രസീവ് ഫോഴ്സ് കാരണം എന്ത് സംഭവിക്കും? കംപ്രസീവ് ഫോഴ്സ് കാരണം ബ്രാസിന്റെ ലെങ്ത് കുറയും. ടെൻസൈൽ ഫോഴ്സ് കാരണം എന്ത് ചെയ്യും? സ്റ്റീലിന്റെ ലെങ്ത് കൂടും. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണത്തിനകത്ത് കംപ്രസ് ഇൻ എഫക്ട് ഒരാൾ റിഡക്ഷൻ ഇൻ ലെങ്തും ഒരാൾക്ക് ഇൻക്രീസ് ഇൻ ലെങ്തും ആയിരിക്കും. അപ്പൊ രണ്ടുപേരും കൂടി കമ്പൈൻഡ് ആയിട്ട് എവിടെ വരെ നിൽക്കും? ഈ ലൈൻ വരെ നിൽക്കും. അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. കോമ്പോസിറ്റ് മെമ്പേഴ്സിന്റെ അകത്ത് ഡിഫറെന്റ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാം സർ. ഓക്കെ. കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഡിഫറെന്റ് ആയതുകൊണ്ട് രണ്ടും ഡിഫറെന്റ് രീതിയിലായിരിക്കും എലോങ്ങേറ്റ് ചെയ്യുക. ഒരാൾ കൂടുതൽ എലോങ്ങേറ്റ് ചെയ്യും, ഒരാൾ കുറച്ച് എലോങ്ങേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് പക്ഷേ ഒരേപോലെ ഒരേ മെമ്പർ ആയതുകൊണ്ട് ദേ ഹാവ് ടു എലോങ്ങേറ്റ് ടു ദ സെയിം എമൗണ്ട്. ഒരേ എമൗണ്ടിലായിരിക്കും രണ്ടിലും ഉണ്ടെന്ന്. ഫോർ ദാറ്റ് ഒരേ ലെവൽ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടി കൂടുതൽ എലോങ്ങേറ്റ് ചെയ്ത മെമ്പറിൽ ഒരു കംപ്രസീവ് ഫോഴ്സും കുറച്ച് എലോങ്ങേറ്റ് ചെയ്ത മെമ്പറിൽ ഒരു ടെൻസൈൽ ഫോഴ്സും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എലോങ്ങേഷൻ കംപ്രസീവ് ഫോഴ്സും ടെൻസൈൽ ഫോഴ്സും ഈക്വൽ ആയിരിക്കും കേട്ടോ. അതായത് ഒരിടത്ത് പി കംപ്രഷൻ ആണെങ്കിൽ മറ്റൊരിടത്ത് അതേ പി വാല്യൂ ഇൻ ടെൻഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടും ഒരേ ലെങ്ത്തിലായിരിക്കും എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ഇക്വേഷൻസിലോട്ട് വന്നിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യത്തെ മെമ്പറിൽ ഉണ്ടായിരിക്കുന്ന സ്ട്രെയിൻ ε1 is equal to delta L1 by L ഒറിജിനൽ ലെങ്ത്. രണ്ടാമത്തെ ആളില് delta L2 by L. ഇനി ഈ മേലെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്നാണ് ഞാൻ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുക. ഫസ്റ്റ് മെമ്പറിൽ ഉണ്ടായിരിക്കുന്ന എലോങ്ങേഷൻ ടെമ്പറേച്ചർ സ്ട്രെസ് കാരണം L α1 T ആണ്. രണ്ടാമത്തെ മെമ്പറിൽ ഉണ്ടായിരിക്കുന്ന എലോങ്ങേഷൻ L α2 T ആണ്. ഞാനിതാ ഇവിടെ ഒരു കോമൺ ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനിലോട്ട് എത്താൻ വേണ്ടി, അതായത് എത്രത്തോളം ലെങ്ത് കുറയണം, ഒരാൾ എത്രത്തോളം ലെങ്ത് കൂടണം എന്നുള്ളതാണ് ഡെൽറ്റ L1ഉം സ്മോൾ ലെറ്റർ ഡെൽറ്റ L2 ആയിട്ട് കാണിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ L α1 T എന്ന് പറയുന്ന ആള് L α1 T ആണ് ബ്രാസിൽ ഉണ്ടായിരിക്കുന്ന എക്സ്പാൻഷൻ. അതിന്റെ ലെങ്ത് എത്ര കുറയണം? ഡെൽറ്റ L1 കുറഞ്ഞാൽ മാത്രമാണ് അത് ഈ വരച്ചിരിക്കുന്ന ലൈനിലോട്ട് എത്തുള്ളൂ. ഇനി രണ്ടാമത്തെ ആളിലുണ്ടായിരിക്കുന്ന എക്സ്പാൻഷൻ എന്ന് പറയുന്നത് L α2 ഇൻറ്റു T ആയിരിക്കും. പക്ഷെ അതിന്റെ ലെങ്ത് ഈ ലൈനിലോട്ട് എത്തണമെങ്കിൽ എത്ര കൂടി വരണം? അവിടെ ലെങ്ത് ഡെൽറ്റ L2 കൂടി വരണം. അപ്പോൾ രണ്ടും ഒരേ ലെവലിൽ എത്തണമെങ്കിൽ ഒന്നാമത്തേതിൻ്റെ അകത്ത് നിന്ന് ഡെൽറ്റ L1 കുറയുകയും രണ്ടാമത്തേതിൻ്റെ അകത്ത് ഡെൽറ്റ L2 കൂടുകയും ചെയ്യണം. അതാണ് ഇതായി എഴുതിയിരിക്കുന്നത്. രണ്ടും ഒരേ ലെങ്ത്തിൽ നിൽക്കണമെങ്കിൽ L α1 T മൈനസ് ഡെൽറ്റ L1 ഈസ് ഈക്വൽ ടു L α2 പ്ലസ് ഡെൽറ്റ L2. ഇങ്ങനെയാണെങ്കിൽ രണ്ടും ഒരേ ലെവലിലോട്ട് എത്തും. നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്യുന്നു. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും L α2 T ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ L α1 T മൈനസ് L α2 T ഈസ് ഈക്വൽ ടു ഡെൽറ്റ L1 പ്ലസ് ഡെൽറ്റ L2. ആ ലെഫ്റ്റ് സൈഡിലെ L കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ യു കെൻ സി α1 T മൈനസ് α2 T. T വേണമെങ്കിൽ നമുക്ക് കോമൺ ആയതുകൊണ്ട് ടെമ്പറേച്ചർ ഒരേപോലെയാണ്, അത് വേണമെങ്കിൽ പുറത്തോട്ട് എടുക്കാം. ദെൻ ഇവിടുത്തെ L ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവന്നു. സോ ഐ വിൽ ബി ഹാവിംഗ് α1 ഇൻറ്റു T മൈനസ് ആൽഫ ഇൻറ്റു T. ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഡെൽറ്റ L1 ബൈ L1 ഡെൽറ്റ L2 ബൈ L2. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ L1 ബൈ L1 എന്തായിരിക്കും? ε1. ഡെൽറ്റ L2 ബൈ L2 എന്തായിരിക്കും? ε2. അപ്പൊ α1 മൈനസ് α2 ഇൻറ്റു T ഈസ് ഈക്വൽ ടു ε1 പ്ലസ് ε2. ഈ ഇക്വേഷൻ ആണ് ആ മേളിൽ കൊടുത്തിരിക്കുന്നത്. ε1 പ്ലസ് ε2 ഈസ് ഈക്വൽ ടു α1 മൈനസ് α2 ഇൻറ്റു T. ഇത് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ലോജിക്കുമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരാളിനകത്ത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നു, അപ്പൊ അതിന്റെ ലെങ്ത് ഡെൽറ്റ L1 കുറയുന്നു. ഒരാൾ കുറച്ച് എക്സ്പാൻഡ് ചെയ്യുന്നുള്ളൂ, അപ്പൊ അതിന്റെ ലെങ്ത് എത്ര കൂടണം? ഡെൽറ്റ L2 കൂടണം. എന്നാൽ മാത്രമാണ് രണ്ടും കൂടി ഒരേ ലെങ്ത്തിൽ എക്സ്പാൻഡ് ചെയ്തെത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഒരാളിൽ കംപ്രസീവ് ഫോഴ്സും ഒരാളിനകത്ത് ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക. അതാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേൽ ഉണ്ടാകുന്ന എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ L1 T L α1 T മൈനസ് ഡെൽറ്റ 1ഉം രണ്ടാമത്തേൽ ഉണ്ടാകുന്നത് L α2 T പ്ലസ് ഡെൽറ്റ L2. ഈ സൈഡിൽ എഴുതിയിരിക്കുന്നതാണ് ഓരോന്നിനും സംഭവിക്കുന്നത്. അത് ക്ലബ് ചെയ്ത് എങ്ങനെയാണ് ഇക്വേഷനോട് എത്തിയിരിക്കുന്നതെന്നാണ് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. The overall strain in the component section is given by delta L by L. Total strain മൊത്തത്തിൽ ഉണ്ടാകുന്ന ഡിഫോർമേഷൻ കാണാൻ വേണ്ടി ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഡെൽറ്റ L ആയിരിക്കും. കാരണം ഈ ഡെൽറ്റ L എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ട് വെച്ച് നോക്കിയാലും സെയിം ആയിരിക്കും. ബിക്കോസ് സിൻസ് they should act as a composite member. രണ്ടിലും ഉണ്ടായിരിക്കുന്ന എലോങ്ങേഷൻ എന്തായിരിക്കണം? ഒരേപോലെ ആയിരിക്കണം. അതിനുവേണ്ടിയാണ് ഒരാളിൽ കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് പോയിട്ട് അതിന്റെ വാല്യൂ നമ്മൾ കുറയ്ക്കുന്നതും മറ്റേ ആൾ കുറച്ച് എക്സ്പാൻഡ് പോയിട്ട് വാല്യൂ നമ്മൾ കൂടുന്നതും. ഓക്കെ, ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ ടോപ്പിക്കാണ്. ഞാൻ ഓർഡർ മാറിയോണ്ട് ഇന്നലെ നമുക്ക് പറഞ്ഞിരുന്നു മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ. അത് നമ്മൾ ഇല്ലാത്തൊരു പോയിന്റൂടെ പറഞ്ഞായിരുന്നു, മാലിയബിലിറ്റി. ഇത് നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഗ്രാഫ് വെച്ചിട്ട് ഓരോ പോയിന്റുകൾ എങ്ങനെ വരുന്നത്. യങ്സ് മൈൽഡ് സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ പറഞ്ഞായിരുന്നു.
സോ അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ബെൻഡിങ് ഇക്വേഷൻ ആണ്. ബെൻഡിങ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ PSC ക്വസ്റ്റ്യൻസ് പലപ്പോഴും ബെൻഡിങ് ഇക്വേഷൻ ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ബെൻഡിങ് ഇക്വേഷൻ ആദ്യം എന്താന്ന് പറയാം. നമ്മളൊരു ബീം കൺസിഡർ ചെയ്താൽ ഒരു ബീം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലോഡ് ആക്ട് ചെയ്യും. ആ ലോഡിനെ ആ ബീം കൗണ്ടർ ചെയ്യും ബൈ സം സോർട്ട് ഓഫ് റെസിസ്റ്റിംഗ് ഫോഴ്സ്. അങ്ങനെ ഉണ്ടാകുന്ന റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ് ഒന്ന് ബെൻഡിങ് മൊമെന്റ്, പിന്നെ ഒന്ന് ഷിയർ ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഈ ബെൻഡിങ് ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ വേണ്ടി വി ആർ കൺസിഡറിങ് ദ കേസ് ഓഫ് പ്യുവർ ബെൻഡിങ്. അപ്പോൾ ആക്ച്വലി പ്യുവർ ബെൻഡിങ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ, അവിടെ നമ്മൾ ഷിയറിന്റെ എഫക്റ്റ് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, വി ആർ നോട്ട് കൺസിഡറിങ് ദ എഫക്ട് ഓഫ് ഷിയർ. ആ മെമ്പറിൽ എന്ത് മാത്രമേ ഡെവലപ്പ് ചെയ്യുള്ളൂ, ബെൻഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് കൺസിഡർ ചെയ്തിട്ട് ഡെറൈവ് ചെയ്യുന്ന ഇക്വേഷനാണ് ബെൻഡിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ബെൻഡിങ് ഇക്വേഷൻ ഈസ് M/I is equal to F/Y is equal to E/R. ആ എഫ് ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾക്ക് സിഗ്മ ആയിട്ട് കാണാം. അതുകൊണ്ടാണ് ഞാൻ രണ്ട് രീതിയിൽ എഴുതിയിരിക്കുന്നത്. E/R is equal to M/I into sigma. ഓർഡർ എങ്ങനെയാണ് വിഷയമില്ല കേട്ടോ. M/I is equal to F/Y is equal to E/R. അതിൽ ഓരോന്നും എന്താണെന്ന് പറയാം. M എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, ആ മെമ്പറിൽ ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ് ആണ് ബെൻഡിങ് മൊമെന്റ് M. ദെൻ I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് how the area is distributed, related distribution of area, അതിന് തരുന്ന ക്വാണ്ടിറ്റി മെഷർ തരുന്ന ഒരു ടേമാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. ദെൻ എഫ് എന്ന് പറയുന്നത് അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ആണ് എഫ് അല്ലെങ്കിൽ സിഗ്മ. വൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ഫ്രം, നമ്മൾ ഏത് പോയിന്റിലാണോ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ബീമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എന്നോട് സൈഡിൽ ഒരു ബീമിന്റെ ക്രോസ് സെക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീമിന്റെ ഏറ്റവും സെന്റർ മോസ്റ്റ് പോർഷനിലെ ഒരു ആക്സിസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയും. എന്താണ് ഞാൻ പറഞ്ഞുതരാം ന്യൂട്രൽ ആക്സിസ് എന്നുള്ളത്. അപ്പൊ ഈ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഇപ്പൊ ഇതാ ഇവിടെയുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ന്യൂട്രൽ ആക്സ് തൊട്ട് ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വൈ എന്ന് പറയുന്നത്. ദെൻ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു സ്ട്രെയിറ്റ് ബീം എടുത്തിട്ട് അതിൽ ലോഡ് കൊടുത്തപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യും അല്ലെ. നമ്മൾ ആ ബെൻഡിങ് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ബീമിനെ നമ്മൾ ഒരു ആർക്ക് പോലെ ആയിരിക്കും ആ ബീം ബെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ആ ആർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് എ സർക്കിൾ. ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു സെന്റർ ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെ നമ്മളൊരു കംപ്ലീറ്റ് ചെയ്തൊരു സർക്കിൾ പോലെ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിന്റെ സെന്റർ തൊട്ട് നമ്മൾ ഈ ബെൻഡ് ചെയ്തിരിക്കുന്ന ബീമിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ആ സർക്കിളിന്റെ റേഡിയസ് ആയിരിക്കും. അത് തന്നെയാണ് നമ്മുടെ ഈ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ബീം ഒരു കർവ് പോലെ ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് കർവിന്റെ റേഡിയസ്. ഓക്കെ, ദെൻ E എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആയിരിക്കും. ഇത്രയാണ് ബെൻഡിങ് ഇക്വേഷൻ നമുക്ക് അറിയേണ്ട കാര്യങ്ങളുള്ളൂ. M/I is equal to F/Y is equal to E/R ആയിരിക്കും. അപ്പൊ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഈ M/I is equal to F/Y നമ്മൾ പറയുമ്പോൾ ഈ Y എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂട്രൽ ആക്സ് ആയിരിക്കും. അപ്പൊ ന്യൂട്രൽ ആക്സ് അതാണ് ഞാൻ ജസ്റ്റ് പറയാം. ഒരു ബീമിന്റെ കേസിൽ നമ്മൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് ആ ബീമില് രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സുകളാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് സ്ട്രെസ് ആയിരിക്കും അതിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഒന്ന് കംപ്രസീവ് സ്ട്രെസ്സും ഒന്ന് ടെൻസൈൽ സ്ട്രെസ്സും ആയിരിക്കും. അതായത് നമ്മളൊരു ബീം ഡിഫ്ലക്ട് ചെയ്തത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഡിഫ്ലക്ട് ചെയ്യാം. ഒരു നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ബീം വരച്ചിട്ട് അത് ഡിഫ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെൻഡിങ് ഡൗൺവേർഡ്സ്, അല്ല താഴോട്ട്, ഒരു ആർക്ക് പോലെ താഴോട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്കൊരു ബീം അങ്ങനെ ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ടോപ്പ് ഫൈബേഴ്സിലെല്ലാം ലെങ്ത് കുറഞ്ഞതായിട്ടും ബോട്ടം ഫൈബേഴ്സിലെല്ലാം ലെങ്ത് കൂടിയതായിട്ടും കാണപ്പെടും. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുക, ടോപ്പ് ഫൈബേഴ്സിലൊക്കെ ലെങ്ത് കുറഞ്ഞു. ലെങ്ത് കുറയണമെങ്കിൽ അവിടെ കംപ്രഷൻ ആയിരിക്കും. ബോട്ടം ഫൈബേഴ്സിലൊക്കെ ലെങ്ത് കൂടി. അപ്പോൾ ലെങ്ത് കൂടണമെങ്കിൽ അവിടെ എന്തായിരിക്കണം, ടെൻഷൻ ആയിരിക്കും. അപ്പൊ ടോപ്പ് മോസ്റ്റ് പോർഷനിലൊക്കെ കംപ്രഷനും ബോട്ടം മോസ്റ്റ് പോർഷൻസിലൊക്കെ എന്തായിരിക്കും, ടെൻഷനും ആയിരിക്കും. അപ്പൊ നമ്മുടെ ബീമിന്റെ ടോപ്പ് ഫൈബറിൽ നിന്ന് നമ്മൾ താഴോട്ട് മൂവ് ചെയ്ത് വരികയാണെങ്കിൽ വി ക്യാൻ സി കംപ്രഷൻ വാല്യൂസ് കുറഞ്ഞ് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ 0 ആകും. 0 ആയിട്ട് പിന്നെ അത് എന്തായിട്ടാണ് മാറുന്നത്, സ്ട്രെസ് ടെൻഷൻ ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ഇതിന് നടുക്കൊരു പോയിന്റ് ഉണ്ട്, ദാറ്റ് പോയിന്റ് വേർ സ്ട്രെസ് വിൽ ബി 0. കംപ്രസീവ് സ്ട്രെസ് ഉണ്ടായിരിക്കില്ല, ടെൻസൈൽ സ്ട്രെസ് ഉണ്ടായിരിക്കില്ല. ആ ഒരു പോയിന്റിലോട്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സ് എന്ന് പറയുന്നത്. ന്യൂട്രൽ മീൻസ് നമ്മൾ എന്താ പറയുക, ന്യൂട്രൽ ആയിട്ട് നിൽക്കാനുള്ളതെങ്കിൽ അതുപോലെ തന്നെ അതാണ് അതോട് ഉദ്ദേശിക്കുന്നത്. അവിടെ കംപ്രഷനും ഉണ്ടായിരിക്കില്ല, ടെൻഷനും ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള ആക്സിനാണ് നമ്മൾ ന്യൂട്രൽ ആക്സ് എന്ന് പറയുന്നത്. ന്യൂട്രൽ ആക്സിസ് ദ ആക്സിസ് വേർ ദ കംപ്രസീവ് സ്ട്രെസ് ഓർ ടെൻസൈൽ സ്ട്രെസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ അവിടുത്തെ ബെൻഡിങ് ഇക്വേഷൻ നമുക്ക് നോക്കാം. M/I is equal to F/Y is equal to E/R. ആ Y ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ ന്യൂട്രൽ ആക്സിൽ നിന്ന് നമ്മുടെ എക്സ്ട്രീം ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ Y എന്ന് ഉദ്ദേശിക്കുന്നത്. Due to bending of a simply supported beam, compression
develops at the topmost layer and tension develops at the bottommost layer of the neutral axis. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ കംപ്രഷൻ ആയിരിക്കും മേളിൽ, ടെൻഷൻ ആയിരിക്കും താഴെ ഉണ്ടാവുക. മാക്സിമം ടെൻഷൻ ആൻഡ് കംപ്രഷൻ occur at extreme fiber from the top. വൈയുടെ വാല്യൂ നമുക്കറിയാം ന്യൂട്രൽ ആക്സിലിന് വൈ വാല്യൂ എവിടെയാണോ കൂടുതൽ അവിടെയായിരിക്കും മാക്സിമം മിനിമം ഉണ്ടാവുക. വൈ വാല്യൂ ഏറ്റവും കൂടുതൽ വരുന്നിടത്ത് മാക്സിമം, വൈ വാല്യൂ കുറയുന്നിടത്ത് ഏറ്റവും മിനിമം ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഓർത്തോളം നമുക്ക് കംപ്രസീവ് സ്ട്രെസ് ആണെങ്കിലും ടെൻസൈൽ സ്ട്രെസ് ആണെങ്കിലും എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ? എക്സ്ട്രീം ഫൈബറിലായിരിക്കും ഏറ്റവും കൂടുതൽ. എക്സ്ട്രീം ഫൈബർ എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുക? ന്യൂട്രൽ ആക്സിലിന് ഏറ്റവും അകലെ കിടക്കുന്ന ഫൈബർ വയർ, അവിടെയായിരിക്കും വൈ വാല്യൂ ഏറ്റവും കൂടുതലായിട്ട് വരിക. Maximum tension and maximum compression occur at extreme bottom or top fiber respectively. Top fiber and bottom fiber ആയിരിക്കും maximum tension അല്ലെങ്കിൽ compression ഉണ്ടാവുക. Neutral axis is a zone where neither in compression nor in tension. Neutral axis ന്റെ പ്രത്യേകത അവിടെ compression ഉണ്ടായിരിക്കില്ല, ടെൻഷനും ഉണ്ടായിരിക്കില്ല. ഇനി നമ്മൾ ഇവിടുത്തെ എമ്മിനെ ഞാൻ മൊമെന്റ് എന്ന് പറഞ്ഞു. എന്താ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ആ മെമ്പറിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ് ആണ്. നമ്മുടെ സ്ട്രക്ചർ ഫെയിൽ ആവാതെ നിൽക്കണമെങ്കിൽ എക്സ്റ്റേണലി ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ്, അതായത് എക്സ്റ്റേണൽ ലോഡ് കാരണം ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൊമെന്റ് അതിന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യണം. ദാറ്റ് മൊമെന്റ് ഈസ് സിംപ്ലി കോൾഡ് ദ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പൊ ഇക്വിലിബ്രിയം കണ്ടീഷൻസിലാണെങ്കിൽ നമ്മൾ ഈ ബെൻഡിങ് ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന മൊമെന്റ്, അതായത് ലോഡ് കാരണം ഉണ്ടാകുന്ന മൊമെന്റ് തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത് ആക്ച്വലി മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. കാരണം ലോഡ് കാരണം ഉണ്ടാകുന്ന മൊമെന്റിനെ കൗണ്ടർ ചെയ്താൽ മാത്രമാണല്ലോ ആ ബീം അതുപോലെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുള്ളൂ. അപ്പൊ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വേറൊരു ടേം ആണ് കരുതരുത്. ഇറ്റ് ഈസ് ആക്ച്വലി ദ എം ദാറ്റ് വി ആർ കാൽക്കുലേറ്റിംഗ് ഇൻ ദ ബെൻഡിങ് ഇക്വേഷൻ. ആ ബെൻഡിങ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എം തന്നെയാണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് രണ്ടും ഇക്വിലിബ്രിയം കണ്ടീഷൻസിൽ ഒരേപോലെ ആണെങ്കിലാണ് ഈ ബീം സ്ട്രക്ചർ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയുള്ളൂ. അപ്പൊ നോക്കാം എന്താ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. ന്യൂട്രൽ ആക്സിസ് ഈ എന്തുകൊണ്ടാണ് ഈ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ആ വേർഡിങ്സ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. At one side of the neutral axis നമ്മൾ പറഞ്ഞു കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞു, മറ്റേ സൈഡിൽ എന്താണ്? ടെൻസൈൽ സ്ട്രെസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും രണ്ടും എങ്ങനെയായിരിക്കും? ഈക്വലും ആയിരിക്കും, ഓപ്പോസിറ്റും ആയിരിക്കും. അപ്പൊ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പിൾ. ഓക്കെ, അതായത് ഒരു ലൈൻ വരച്ചിട്ട് മേളിലോട്ട് എഫ് താഴോട്ട് എഫ് വരയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് കപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ കപ്പിളിന്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും? കപ്പിളിനകത്ത് മേളിലോട്ട് എഫ് ഉണ്ട്, താഴോട്ട് എഫ് ഉണ്ട്. എഫ് എന്ന് ഉദ്ദേശിക്കുന്ന ഫോഴ്സ് കേട്ടോ. അപ്പൊ മേളിലോട്ട് പ്ലസ് എഫ് എടുത്താൽ താഴോട്ട് എന്തെടുക്കും? മൈനസ് എഫ് എടുക്കും. അപ്പോൾ ടോട്ടൽ എഫ് പ്ലസ് മൈനസ് എഫ് എന്ന് പറയുമ്പോൾ 0 ആയി പോകും. വിച്ച് മീൻസ് ഒരു കപ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ എന്നാ ഉണ്ട്, നിങ്ങൾ മേളിലോട്ട് ഒരു എഫ് താഴോട്ട് ഒരു എഫ് വരച്ചിട്ട് അതിനെ നടുക്കുപിടിച്ച് റൊട്ടേറ്റ് ചെയ്ത് നോക്കി, ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. മേളിലോട്ട് ഫോഴ്സ് താഴോട്ട് ഫോഴ്സ്, ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡെവലപ്മെന്റ് ഓഫ് മൊമെന്റ്. ആ മൊമെന്റ് ആണ് നമ്മുടെ സ്ട്രക്ചറിന്റെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈക്വിലിബ്രിയം കണ്ടീഷനിൽ ലോഡിന് കാരണം ഉണ്ടാകുന്ന ഈ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് തന്നെയായിരിക്കണം എന്ത് കാരണം ഉണ്ടാവുന്നത്? ബീമിന്റെ അകത്ത് ബീമിന്റെ ഉള്ളിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് പറയുന്നത്. അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത ദിവസം. അപ്പൊ ഞാൻ എനിക്ക് ഇത്തിരി അർജൻസി ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു 1 hour സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പൊ സാറ്റർഡേ 9 മണിന്നാണ് ഇപ്പൊ ആലോചിക്കുന്നത്. ആ ടൈം എല്ലാവർക്കും കൺവീനിയന്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. അപ്പൊ അതിൽ ക്ലിയർ ആവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പേഴ്സണലി ചോദിച്ചാൽ മതി. ഗ്രൂപ്പിൽ എൻ്റെ നമ്പർ ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, നോ ഇഷ്യൂസ്. ആ ക്ലാസ്സിൽ മിസ്സാവുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കിപ്പം പറയാം. പിന്നെ ഇതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ദിവസം എൻ്റെ കയ്യിലൊരു പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അപ്പോൾ അതിനകത്ത് SSC ഒക്കെ ചോദിക്കുന്ന 1-2 കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന്റെ ഫോട്ടോസ് ഞാൻ അടുത്ത ദിവസം ഗ്രൂപ്പിൽ ഇടാം. കുറച്ച് ടോപ്പിക്സ് നമുക്ക് എടുത്തതിന് ശേഷം ഇടാം, അപ്പോഴാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് അടുത്ത ദിവസം ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം, ബാക്കി അടുത്ത ദിവസം പറയാം. ഓക്കെ, താങ്ക് യു.